ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി മനുഷ്യനും മറ്റ് ബുദ്ധിയുള്ള ജീവികളും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ വിവിധ പ്രവർത്തനങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുവാൻ യന്ത്രങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് പ്രകൃതി നിയമമാണ്. കാലത്തിനൊത്ത് കാൽവയ്പുകൾ നടത്താത്തവർ പിന്തള്ളപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. പ്രോബ്ലം സോൾവ് ചെയ്യുവാനുള്ള കഴിവാണ് ഇൻ്റലിജൻസ്. പ്രോബ്ലം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം മാത്രമല്ല. ഒരു വ്യക്തി കൊച്ചിയിലിരുന്നു കൊണ്ട് എങ്ങനെ ബാംഗ്ലൂരിൽ എത്താമെന്ന് ആലോചിക്കുമ്പോൾ വിവിധ യാത്രാ പദ്ധതികൾ അയാളുടെ മനസ്സിൽ വരും. അതിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുവാനുള്ള കഴിവാണ് ഇൻ്റലിജൻസ്. മനുഷ്യൻ അവനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ആന, കുതിര തുടങ്ങിയ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ശാരീരിക ബലത്താലല്ല, മറിച്ച് ബുദ്ധിശക്തിയാലാണ്. ഒരു കാൽക്കുലേറ്ററിനോട് 4+3 എത്രയാണെന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം തരും. അത് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചതിന് അനുസരിച്ച് ഉത്തരം തരുന്നതാണ്. ഒരു കാൽക്കുലേറ്ററിനെ ഇൻ്റലിജൻസ് സിസ്റ്റമായി കണക്കാക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യരുടെ ഇൻ്റലിജൻസിനെ അനുകരിക്കുവാൻ കഴിവുള്ള ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നേരിടാനുള്ള കഴിവാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന് റോഡിലുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കഴിവ് നിർമ്മിത ബുദ്ധിയിൽ കൂടി ഉണ്ടാകുന്നു. ഒരു കാൽക്കുലേറ്ററിനെ നിർമ്മിത ബുദ്ധിയായി കണക്കാക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ അപ്രതീക്ഷിതമായി ഒരു നായ കുറുകെ ചാടിയാൽ ആ സാഹചര്യം നേരിടുവാനുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കും. റോബോട്ട്സ്, ഡ്രൈവർലെസ് വെഹിക്കിൾസ്, AI ക്യാമറാസ് മുതലായവ AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ്. ഒരു രാജ്യത്തിൻ്റെ സാങ്കേതിക പുരോഗമനത്തിന് നിർമ്മിത ബുദ്ധി അനിവാര്യമാണ്. AIയെ എതിർക്കുന്നവർ പറയുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്നാണ്. അത് ഭാഗികമായ വീക്ഷണമാണ്. ഉദാഹരണത്തിന്, ഡ്രൈവറില്ലാത്ത വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ഡ്രൈവേഴ്സിൻ്റെ ജോലി സാധ്യത കുറയും. എന്നാൽ മറ്റ് പല ജോലികളിലും തൊഴിൽ സാധ്യത കൂടും. AIയുടെ വ്യാപകമായ ഉപയോഗത്തിൽ IT മേഖലയിലെ തൊഴിൽ സാധ്യതകൾ കുറയും. എന്നാൽ AIയോട് അനുബന്ധിച്ചുള്ള മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം ആരംഭിച്ചപ്പോൾ അതിനെ എതിർത്തവർ ധാരാളമുണ്ട്. തൊഴിലവസരങ്ങൾ കുറയുമെന്നുള്ളതായിരുന്നു അവരുടെ വാദം. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ വ്യാപകമായ ഉപയോഗം നമ്മുടെ രാജ്യത്ത് ഉണ്ടായപ്പോഴും തൊഴിലവസരങ്ങൾ കുറഞ്ഞില്ല. വാസ്തവത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കമ്പ്യൂട്ടറിനെ എതിർക്കുന്നവരാണ് ഇപ്പോൾ അത് കൂടുതലായും ഉപയോഗിക്കുന്നത്. പരിഷ്കൃത രാജ്യങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്.
ഡ്രൈവറില്ലാത്ത വാഹനങ്ങളും റോബോട്ടുകളും വ്യാപകമായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ AI ക്യാമറകൾ വ്യാപകമായി ഉപയോഗിക്കുവാനുള്ള പദ്ധതിയുണ്ട്. ഓട്ടോമാറ്റിക് ട്രാഫിക് മെയിൻ്റനൻസ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. സ്മാർട്ട് ക്യാമറാസ് സ്ഥാപിക്കുന്നത് മൂലം ഒരു സെൻട്രലൈസ്ഡ് പോയിന്റിൽ നിന്നും എല്ലാ ട്രാഫിക്കും നിയന്ത്രിക്കുവാൻ സാധിക്കും. ഏത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗത്തിൽ വരുമ്പോഴും അതിനെ എതിർക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന് ട്രാക്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാരാളം ആളുകൾ അതിനെ എതിർത്തു. നിലമുഴുന്നവരുടെ ജോലി നഷ്ടപ്പെടുമെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അവരുടെ വാദം എത്ര ബാലിശമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്കറിയാം. അതുപോലെ നിർമ്മിത ബുദ്ധിയെ എതിർക്കുന്നവരുടെ വാദവും ബാലിശമാണെന്ന് കാലം തെളിയിക്കും. ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ ജോലി ചെയ്താൽ 5-10 അടി താഴ്ചയിൽ കുഴിക്കാം. എന്നാൽ ഒരു JCB ഉപയോഗിച്ചാൽ വളരെയധികം മണ്ണ് എടുക്കുവാൻ സാധിക്കും. ഇതേ വ്യത്യാസം ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലുമുണ്ട്. മനുഷ്യനുള്ള പരിമിതികൾ AIക്ക് ഇല്ല. അതിനാൽ AIക്ക് സാങ്കേതികമായി വളരെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. എഡ്യൂക്കേഷന് അവസാനമില്ല. ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ വിദ്യാർത്ഥിയാണ്. അതിനാൽ AI എന്ന സാങ്കേതികവിദ്യയെപ്പറ്റി കൂടുതൽ അറിയാനും അത് നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാനും എല്ലാവരും തയ്യാറാകണം. AI എന്ന നിർമ്മിത ബുദ്ധി സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വ്യക്തിയായാലും സമൂഹമായാലും അഡാപ്റ്റബിലിറ്റി അനിവാര്യമാണ്. കാലത്തിനനുസരിച്ച് മാറ്റം സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. അതിന് തയ്യാറാകാത്തവർ പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.